വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആസ് യു വാച്ചിങ് കടിൽ സ്റ്റാർസ്. അപ്പോൾ ഗൈസ്, പിന്നെയും നമ്മൾ പാർട്ട് 2 ആയിട്ട് ഡെസ്ക് മേക്ക് ഓവറിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 വീഡിയോ സ്റ്റോറേജ് ഫുള്ളാറിന് കട്ടായി, മിക്കവാറും പാർട്ട് 2 കട്ടാവും. എല്ലാവരും സഹകരിക്കുക. പറയാൻ പറ്റുന്ന സാഹചര്യത്തിലായിരിക്കും കൂടെ കട്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, വിച്ച് മീൻസ് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 ഒക്കെ ആയിട്ട് വരും. എല്ലാവരും ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂർ 2 ദിവസം ട്രിപ്പ് പോകുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് നാളെയും മറ്റും നേരിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് അങ്ങോട്ട് ആവശ്യം തീർക്കണത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ പാർട്ട് 2 കിടക്കാൻ സംസാരിച്ചിരുന്നാൽ പിന്നെയും സ്റ്റോറേജ് ഫുള്ളാവും. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ പ്രാവശ്യവും ഈ 3 സംഭവം നമ്മൾ മാറ്റിയില്ല. കാരണം ഇത് 3 എല്ലാത്തിൻ്റെയും പോലെയല്ല, അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളൂ കേട്ടോ. വലിയ ഉപദ്രവമൊന്നും ഇല്ല, വലിയ വൃത്തിയിടൊക്കെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇത് 3 തൊടുന്നില്ല. ബാക്കി കാണുന്ന ഈ കാണുന്ന കുറച്ച് സാധനങ്ങളില്ലേ, ഇനിയാണ് നമുക്ക് വൃത്തിയാക്കേണ്ടത്. ഒന്നുമില്ല, ആ മല ഒന്നുമില്ല, ഈ സാധനത്തിന് അപ്പുറത്തേക്കാക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സെയിം സാധനങ്ങൾ തന്നെയല്ലേ, എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി എൻ്റെ ഈ ഒരു കബോർഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എന്ന് പറയുന്നത് എൻ്റെ മെയിൻ ഐറ്റംസ് ആണ് വെക്കുന്നത്, വിച്ച് മീൻസ് സ്റ്റാപ്ലറിൻ്റെ പിന്ന്, അതുപോലെ തന്നെ പഞ്ചർ, പിന്നെ ഗ്ലൂ സ്റ്റിക്ക്, ടേപ്പ്, അങ്ങനത്തെ വലിയ വശ, ടേപ്പ്, പെയിൻറ്, അങ്ങനത്തെ, പിന്നെ വൈറ്റ്നർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. മെയിൻ അത്യാവശ്യമായിട്ടുള്ള എന്നാലും ചില നേരത്ത് ഉപയോഗിക്കുന്ന ഐറ്റംസ്, വിച്ച് മീൻസ് പഞ്ചർ, സ്റ്റാപ്ലറിന്റെ പിന്നൊക്കെ അങ്ങനെയാണല്ലോ. ഇതെന്ന് പറയുന്നതാണ് എൻ്റെ സ്റ്റിക്കർ കളക്ഷൻസ് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടമുള്ളൊരു സെക്ഷനാണ് ഈ ഒരു ഭാഗം കേട്ടോ. ഇതെൻ്റെ സ്റ്റിക്കർ കളക്ഷൻസ് ആണ്. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഷോർട്സിൽ എൻ്റെ സ്റ്റിക്കർ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഈ 2 ഭാഗങ്ങളിലാണ് എനിക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നേരെ അതിലേക്ക് പതിയെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗായ്സ്, അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് വെക്കും എന്നാണ് എനിക്ക് ഡൗട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും വെക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ മെയിനായിട്ട് വെക്കാൻ പോകുന്നത് വിച്ച് മീൻസ് അതിൻ്റെ സ്കെച്ച് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. സ്കെച്ച് ഹോൾഡേഴ്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ കളയും. കാരണം ഇങ്ങനെ പുതിയ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുമല്ലോ, വിച്ച് മീൻസ് വാങ്ങിക്കണതല്ല, നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഐശ്വര്യമായിട്ട് തന്നെ നമ്മൾ എൻ്റെ സ്കെച്ച് ഉണ്ടല്ലോ, അതിൻ്റെ സ്കെച്ച് കളക്ഷൻസ് ആണ് നമ്മൾ വെച്ചെടുക്കുന്നത്. കുറേ ടൈപ്പ് സ്കെച്ച് ഉണ്ട്. 3 പാക്കറ്റ് സ്കെച്ച് എത്ര ഉണ്ട് കേട്ടോ. 3 പാക്കറ്റ് സ്കെച്ചുകൾ നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് എൻ്റെ ഫോട്ടോയുടെ കപ്പാണ് കേട്ടോ ഗൈസ്. അപ്പം ഇതെനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയതാണ്, ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇനി അടുത്ത സ്കെച്ചും ഐറ്റംസ് ഒക്കെ വെക്കാം. പിന്നെയാണ് ഞാൻ ഓർത്തത്, കുഞ്ഞു ഐറ്റംസ് വെക്കണതിന് മുമ്പ് നമ്മൾ വലിയ ഐറ്റംസ് ആദ്യം വെച്ച് തുടങ്ങണം കേട്ടോ, എന്നാലേ നമുക്ക് സെറ്റ് ആവുള്ളൂ. അപ്പോൾ വലുതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ഒരു സൈഡിലാണ് വലുത് ഐറ്റംസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. വിച്ച് മീൻസ് ഇതെൻ്റെ ഒരു ഇലക്ട്രോണിക് സ്ലേറ്റ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇലക്ട്രിക് സ്ലേറ്റ് ആണ്. ഇത് കുറേ പേര് വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇതെനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയൊരു എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഡയറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് രണ്ടുമാണ് ഞാൻ ഐശ്വര്യമായിട്ട് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ. പിന്നെ നമ്മൾ വെച്ചെടുക്കുന്ന എൻ്റെ ഉള്ള അടുത്ത വലിയ സാധനം ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, ഇതൊരു എൻ്റെ പെയിന്റ് കളക്ഷൻസ് ആണ്. ഇതിൽ നിറച്ചെൻ്റെ പെയിന്റ് ആണ് കേട്ടോ. പെയിന്റ് ഇത്രയും കാണിച്ചു വിട്ടിട്ട് നമ്മൾ ഒരു പെയിന്റിങ്സ് പോലും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ എന്നാലും ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ മൂന്നെണ്ണമാണ് ഇപ്പോൾ എടുത്ത് കാണിച്ചത്. അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പിന്നെയും പോയി കാണാമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള എൻ്റെ പെയിന്റ്സ് മാത്രമാണ് ഞാൻ ഈ എൻ്റെ ഒരു കുഞ്ഞി ട്രേയിലേക്ക് ഞാൻ വെച്ചെടുക്കാറ്. വിച്ച് മീൻസ് ഞാൻ എൻ്റെ ഇത്രയും വെച്ചെടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മൾ കാണിച്ച ഫാബ്രിക്കിൻ്റെ വൈറ്റ് പെയിന്റ് ആണ്. വൈറ്റ് പെയിന്റ് നമ്മൾ പേസ്റ്റ് ചുരുക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് വൈറ്റ് എന്തായാലും അത്യാവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ അതാണ്. ഇത് നമ്മുടെ ഒരു റിബൺ ടാപ്പാണ് കേട്ടോ. നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ബോ ആയിട്ട് വെക്കാൻ പറ്റിയ. ഇതൊന്നും ആവശ്യമില്ലാത്ത ഐറ്റംസ് ആണ്. അപ്പോൾ ഇതൊക്കെ കളഞ്ഞിട്ട് വരാം. നോ ഗൈസ്, ഈ ഒരു സ്റ്റെൻസിൽ എനിക്ക് കളയാൻ പറ്റില്ല, ബിക്കോസ് ഇതെൻ്റെ ഉമ്മ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന സ്റ്റെൻസിലാണ്. അപ്പോൾ ഇതെന്തായാലും എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി ഞാനത് കളയില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ അവക്കാഡോ സ്ക്വിഷിയാണ്. ഇതൊട്ടും കളയാൻ പറ്റില്ല. അപ്പോൾ ഇത്ര ഐറ്റംസ് കളയില്ല, ബാക്കിയെല്ലാം നമ്മൾ കളയുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഞാൻ കളയില്ല, എന്തോ തീ കത്തിക്കാനുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കിയെല്ലാം കളഞ്ഞിട്ട് വരാം. അതിൽ പിസ്ത ഷെൽസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ മാറ്റി വെക്കും. ഉമ്മച്ചി ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇത്രയും മാത്രമാണ് നമ്മുടെ യൂസ്ഫുൾ ഐറ്റംസ്. ഇത് ഫുള്ള് പെയിന്റ് ആണ്. കുറേ കിടികളുടെ ശബ്ദം കേൾക്കാം, ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. കുറേ കിടികളുടെ